ഹായ് ഗൈസ്. സോ ഇവിടെ നമ്മുടെ എഴുതിയ കോഡിൽ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ ഡോട്ട്സ് ഒരേ ലൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ കണ്ടോ, മൂവി ഡോട്ട് ഇൻഫോ ഡോട്ട് ടൈറ്റിൽ ഡോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഇതിനാണ് നമ്മൾ ചെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ചെയിനിങ് എന്നത് ബേസിക്കലി ഒരു ഓപ്പറേഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൽ നെക്സ്റ്റ് ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ്ലി അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, സെയിം എക്സ്പ്രഷനിൽ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എഴുതുന്നത്. സോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മൂവി ഡോട്ട് ഇൻഫോ, ഇവിടെ മൂവി ഡോട്ട് ഇൻഫോ എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി തരിക തിരിച്ച്. സോ ഒരു ഒബ്ജക്റ്റാണ് റിട്ടേൺ ചെയ്യുന്നത് അല്ലേ. സോ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്താ വെച്ചാൽ ആ ഒബ്ജക്റ്റ് ഡോട്ട് ടൈറ്റിൽ നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഈ റിട്ടേൺ കിട്ടിയ ഒബ്ജക്റ്റ് ഡോട്ട് ടൈറ്റിൽ നമ്മൾ വിളിക്കുന്നു. സോ ഇത് ബേസിക്കലി സ്ട്രിങ് കിട്ടി. ദെൻ ഈ സ്ട്രിങ്ങിനെ നമ്മൾ വെച്ചാൽ ഡോട്ട് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിത് വിളിക്കുന്നു. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ ആ സ്ട്രിങ് കിട്ടി, സ്ട്രിങ് ഡോട്ട് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്തത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ വിളിക്കുന്നു. സോ ഇങ്ങനെ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ലൈക്ക് മൂവി ഡോട്ട് ഇൻഫോ ഡോട്ട് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ലൈൻ ആക്കേണ്ടി വരും. മൂവി ഡോട്ട് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഇൻഫോ എന്ന് എഴുതിയിട്ട് എന്നിട്ട് അത് ഡോട്ട് ലൈക്ക് ആ ഒരു വേരിയബിൾക്ക് ഇടാം. മൂവി ഡോട്ട് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഇൻഫോ എന്ന് പറഞ്ഞ വേരിയബിൾക്ക് ഇടാം. എന്നിട്ട് ഇൻഫോ ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. സോ മൾട്ടിപ്പിൾ ലൈൻസ് ഒക്കെ വരും അങ്ങനെ എഴുതി വരുമ്പോൾ. സോ ഈ അപ്രോച്ച് കറക്റ്റാണ്. മൾട്ടിപ്പിൾ ലൈൻസ് വെച്ച അപ്രോച്ച് കറക്റ്റാണെന്ന് വെച്ചാൽ കറക്റ്റാണ്. പക്ഷേ അൺനെസസറി നമ്മൾ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ചെയിനിങ്സ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ചെയിനിങ്സ് എന്ന് വെച്ചാൽ കോഡ് കുറച്ചുകൂടി ക്ലീനർ ആക്കും, അതുപോലെ ഷോർട്ടർക്ക് കണ്ടോ നമ്മളിവിടെ യൂസ് ചെയ്ത പോലെ മൂവി ഡോട്ട് ഇൻഫോ ഒരു ഒബ്ജക്റ്റ് കിട്ടി, റിട്ടേൺ ഈ ഒരു ഒബ്ജക്റ്റ് കിട്ടി, ഒബ്ജക്റ്റ് ഡോട്ട് ടൈറ്റിൽ വിളിക്കുന്നു, അതേത് സ്ട്രിങ് കിട്ടി, സ്ട്രിങ് ഡോട്ട് ഇൻക്ലൂഡ്സ് വിളിക്കുന്നു. സോ ഇങ്ങനെ നമുക്ക് ഡോട്ട് എഴുതി പോവുകയാണെങ്കിൽ ചെയിനിങ് ആണ്, അത് നമ്മുടെ കോഡ് കുറച്ചുകൂടി ക്ലീനർ ആക്കും. സോ ചെയിനിങ്ങിൻ്റെ പ്രോപ്പർട്ടീസ് ചെയിനിങ്ങിൽ പ്രോപ്പർട്ടീസ് മാത്രമല്ല മെത്തേഡ്സിലും ചെയിനിങ് പോസിബിൾ ആണ്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ഇവിടെ, മാത്ത് ഡോട്ട് റാൻഡം നമ്മൾ എഴുതിയിട്ടുണ്ട് കണ്ടോ. സോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇതൊരു നമ്പറാണ് തരുന്നത്, മാത്ത് ഡോട്ട് റാൻഡം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ റിട്ടേൺ ചെയ്യുന്നത്. ഈ നമ്പറിന് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ടു സ്ട്രിങ് വിത്ത് ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ. സോ നമുക്ക് വേണമെങ്കിൽ ഡോട്ട് ടു സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതി വിളിക്കാം. സോ നമ്പർ കിട്ടി, മാത്ത് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് കിട്ടി, അതിൽ നിന്ന് എന്നിട്ട് നമുക്ക് ഡോട്ട് റാൻഡം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പർ റിട്ടേൺ ചെയ്യും. ആ നമ്പറിൽ നിന്ന് നമ്മൾ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു കറൻ്റ്ലി. സോ ഇത് പോസിബിളാണ്. ഇവിടെ ഞാൻ പറഞ്ഞു മാത്ത് ഡോട്ട് റാൻഡം നമ്പർ തന്നിട്ട് നമ്മൾ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇതും ശരിക്കും വർക്കാണെന്ന് വെച്ചാൽ വർക്കാണ്. ബിറ്റ്വീൻ ടു സ്ട്രിങ് ഓൾമോസ്റ്റ് എവറിത്തിങ് അവൈലബിൾ ആണ് ജാവാസ്ക്രിപ്റ്റിൽ കേട്ടോ. പിന്നെ ഇങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ കോഡ് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ ഒറ്റയടിക്ക് എഴുതുകയാണെങ്കിൽ, ചെയിനിങ് ഒക്കെ വെച്ച് എഴുതുകയാണെങ്കിൽ സ്പ്ലിറ്റിംഗ് ദി കോഡ് ഇൻ ടു അൺനെസസറി മൾട്ടിപ്പിൾ ലൈൻസ്. സോ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് എക്സ്ട്രാ വേരിയബിൾസ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ടി വരില്ല ഇതുപോലെ ചെയിനിങ് യൂസ് ചെയ്യണമെങ്കിൽ. പിന്നെ നമ്മുടെ കോഡ് കുറച്ചുകൂടി ക്ലീനർ അല്ലെങ്കിൽ ഷോർട്ടറാക്കി മാറ്റും ചെയിനിങ് യൂസ് ചെയ്ത്. സോ ചെയിനിങ് വെരി കോമൺ ആണ് ജാവാസ്ക്രിപ്റ്റിൽ, പിന്നെ അതുപോലെ തന്നെ അതർ ലാംഗ്വേജസിലും. പക്ഷേ ചെയിനിങ് നിങ്ങൾ ആലോചിക്കണം, നമ്മൾ മിക്ക സ്ഥലത്തും ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് പോകും. കാരണം നമ്മുടെ കോഡ് കുറച്ചുകൂടിയും സേവ് ചെയ്യുക, ക്ലീൻ ആക്കി വെക്കാനായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് യൂസിങ് മൾട്ടിപ്പിൾ വേരിയബിൾസ് അവിടെ വേരിയബിൾസ് യൂസ് ചെയ്യുന്ന വരെ നമ്മൾ ഒറ്റയടിക്ക് കണ്ടു ഇവിടെ ഇങ്ങനെ ചെയിനിങ് ഇട്ടിട്ട് ഡോട്ട് ഇട്ടിട്ട് പോകാം മാത്രം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത് വെച്ചിട്ട് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.